ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ടൈം 10:27 ആയിട്ടുണ്ട്. നമ്മുടെ ഒരു 15 മിനിറ്റിൽ നമുക്കൊരു ഇൻട്രാഡേ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് താഴത്തേക്കൊരു മൂവ്മെൻറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും 1 മിനിറ്റിലേക്ക് മാറ്റി നോക്കാം. ഒരു എൻട്രി കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ മോർണിംഗ് സെക്ഷനിൽ തന്നെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ആ ലെവലിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തത്. ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലാണ് ഓപ്പൺ ചെയ്തത്. അവിടെ നിന്ന് നമ്മുടെ മുകളിൽ മാർക്ക് ചെയ്ത ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ എത്തിയിട്ടുണ്ട്. താഴത്തു നിന്നുള്ള എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ ഏരിയയിൽ നിന്ന് നമുക്കൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട് മുകളിലേക്ക്. അപ്പോൾ നമ്മുടെ കൺസോൾട്ടേഷൻ ഏരിയയുടെ ഹൈ ബ്രേക്ക് ആദ്യം നടന്നതുകൊണ്ട് തന്നെ താഴത്തേക്ക് മൂവ്മെൻറ്റ് നടക്കാനാണ് കൂടുതൽ ചാൻസ്. അപ്പോൾ നമുക്കൊരു ഡയറക്റ്റ് എൻട്രി എടുക്കാം. നമ്മൾ ആ മുകളിൽ സ്വീപ്പ് ചെയ്തേക്കണ ആ ഹൈ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ടാർഗറ്റ് നമ്മളെപ്പോഴും വയ്ക്കാറുള്ള പോലെ 1:3 അല്ലെങ്കിൽ താഴത്തെ ഒരു സപ്പോർട്ട് പോയിൻ്റ് നമുക്ക് ടാർഗറ്റായിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കൺസോൾട്ടേഷൻ ഏരിയയിൽ നിന്ന് മുകളിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. കൺസോൾട്ടേഷൻ ഏരിയയിൽ നിന്ന് എങ്ങനെ ട്രേഡ് എടുക്കണമെന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5-6 വീഡിയോസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എപ്പോഴും ഒരു കൺസോൾട്ടേഷൻ ഏരിയേൻ്റെ ഹൈയും ലോയും നമുക്ക് ലിക്വിഡിറ്റീസ് ആയിരിക്കും. അപ്പോൾ ആദ്യം അത് ഏത് സ്വീപ്പ് ചെയ്യണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ആ സ്വീപ്പ് ചെയ്ത ഹൈയുടെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് വയ്ക്കാം. ടാർഗറ്റ് 1:3 നമ്മൾ സ്ഥിരം വയ്ക്കാറുള്ള പോലെ മിനിമം 1:3 നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ടാർഗറ്റ് ആണോ സ്റ്റോപ്പ് ലോസ് ആണോ ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ എന്തായാലും ഈ കൺസോൾട്ടേഷൻ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് നല്ലൊരു മൂവ്മെൻറ്റിന് ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു കൺസോൾട്ടേഷൻ ഏരിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയുടെയോ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയുടെയോ ഒരു ലെവലിൽ കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല എൻട്രീസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എൻട്രി കിട്ടിയിട്ടുണ്ട്. എന്തായാലും 1:3 ടാർഗറ്റ് കിട്ടാവില്ല എന്ന് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓൾസോ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനോ മറക്കരുത്. അത് നമുക്കൊരു സപ്പോർട്ടായിരിക്കും പുതിയ പുതിയ വീഡിയോസ് വരാനായിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഒരു ലൈക്ക് കൊടുത്തോളുക. ഞാൻ എന്തായാലും ടാർഗറ്റ് ആണോ സ്റ്റോപ്പ് ലോസ് ആണോ ഇല്ലെന്ന് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 10:40 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് 1:3 ടാർഗറ്റ് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്ത 24,950 PE ഓൾമോസ്റ്റ് 40+ പോയിൻറ്റ്സും നമുക്കൊരു മൂവ്മെൻറ്റ് ഓപ്ഷൻസിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ട്രേഡ് ആയിരുന്നു രാവിലെ തന്നെ നമുക്ക് കിട്ടിയത്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ടാർഗറ്റ് ഹിറ്റായി ഇരിക്കുകയാണ്. ഇനി മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ലെവലെന്ന് പറയുന്നത് താഴെ കാണുന്ന ആ ഡേലോ ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് നമുക്കൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ട്രേഡ് മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇൻ കേസ് ഇൻ ബിറ്റ്വീൻ ഒരു നല്ലൊരു എൻട്രി താഴത്തേക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. താഴെ നമ്മുടെ ആ ലെവല് ടേക്കൺ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം വീണ്ടും ഒരു എൻട്രി കിട്ടുമോ അതോ ഇതായിരിക്കുമോ ലാസ്റ്റ് ട്രേഡ് നമുക്ക് നോക്കാം. ഇൻ കേസ് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയയിൽ നിന്ന് 24,750 ആ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് നമുക്കൊരു ബുള്ളിറ്റ് സൈഡിലേക്ക് ഒരു ട്രേഡും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇന്ന് അവിടെ എത്തില്ലെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടൈം 11:53 കഴിഞ്ഞിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് താഴത്തേക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു FEG ഏരിയ ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ നമുക്കിവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാം. നമുക്കെന്തായാലും സ്റ്റോപ്പ് ലോസ് തൊട്ട് മുകളിലത്തെ ആ സ്വിങ് ഹൈ ഒന്നില്ലെങ്കിൽ സ്വിങ് ഹൈ വയ്ക്കാം അല്ലെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ ഹൈ നമുക്കെന്തായാലും ക്യാൻഡിലിൻ്റെ ഹൈ വയ്ക്കാം. നമുക്കൊരു 1:3 ടാർഗറ്റ് കിട്ടണ പോലെ നമുക്ക് എന്തായാലും വയ്ക്കാം. നമ്മളെന്തായാലും നേരത്തെ പറഞ്ഞ ലെവല് ആ ലിക്വിഡിറ്റി ഏരിയ നമ്മുടെ ആ ഡേലോ എന്തായാലും സ്വീപ്പ് ചെയ്തിട്ട് വേണം ഇനി ഫർദർ അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നടക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും താഴത്തേക്ക് പോകുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. നമുക്ക് ഇവിടുന്ന് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നല്ല വലിയ ക്യാൻഡിലോട് കൂടി കിട്ടിയതുകൊണ്ട് തന്നെ നമുക്കിവിടെ താഴത്തേക്ക് നമുക്കൊരു എൻട്രി എടുക്കാം. എന്തായാലും സ്റ്റോപ്പ് ലോസ് നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്കൊരു എൻട്രി എടുക്കാം. എന്തായാലും നമുക്ക് നോക്കാം
സ്റ്റോപ്പ് ലോസ് ആണോ ടാർഗറ്റാണോ ഇല്ലയെന്ന്. ഇപ്പോൾ ടൈം 12:45 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് നമ്മൾ ടാർഗറ്റിലേക്ക് മൂവ് ചെയ്തു. ഭയങ്കര അൺലക്കി ആയി പോയിട്ടുണ്ട്. കാരണം നമ്മൾ ആ സ്വിങ് ഹൈയുടെ തൊട്ട് മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ആയതിനെ സ്റ്റോപ്പ് ലോസ് അടിക്കില്ലായിരുന്നു. പക്ഷേ എന്തായാലും കുഴപ്പമില്ല. ഇനിയൊരു ഓപ്പർച്യൂണിറ്റി താഴത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. താഴത്ത ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ ഒന്നുകൂടി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. എന്തായാലും നമുക്ക് നോക്കാം. ഒരു ട്രേഡ് നമുക്ക് വിൻ ചെയ്തു. ഇതിലൊരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് നമ്മൾ ടാർഗറ്റിലേക്ക് പോയി. നമ്മുടെ വ്യൂ ശരിയായിരുന്നു, പക്ഷേ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. കുഴപ്പമില്ല. എന്തായാലും പുതിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടൈം 2:40 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ മാർക്ക് ചെയ്ത ആ ലിക്വിഡിറ്റി ഏരിയയിൽ നമുക്ക് സ്വീപ്പ് ചെയ്തിട്ട് നമുക്കൊരു റിവേഴ്സൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വീപ്പ്, ഒരു ഇൻറ്റേർണൽ സ്വീപ്പ്, ഒരു 5 മിനിറ്റ് സ്വീപ്പാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, നമുക്ക് ഈ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സ്വീപ്പ് കിട്ടി, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഇനി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു റിവേഴ്സൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കുറച്ചും കൂടി ലോവർ ടൈം ഫ്രെയിമായ 1 മിനിറ്റിൽ നമുക്കൊരു എൻട്രി നോക്കാം. ഓൾമോസ്റ്റ് ടൈം കഴിയാറായിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു എൻട്രി എടുക്കാം. ഒരു 1:3 ടാർഗറ്റ് കൂടി നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾ എൻട്രി കൺഫർമേഷൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ടൈം ഫ്രെയിം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്പും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓൾസോ നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പും ഓർഡർ ബ്ലോക്കും നമ്മുടെ ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് സൈഡിലേക്കുള്ള ബുള്ളിഷ് സൈഡിലേക്കുള്ള ട്രേഡ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്കൗണ്ട് സോണിലായിരിക്കണം നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഈ വിക്കിൻ്റെ ഏരിയ നമുക്ക് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് എടുക്കാം. ഓൾസോ നമുക്ക് ഒരു FEG കൂടി നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. FEG ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയും ആണ് നമുക്ക് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ അവിടെ നമുക്ക് മെയിനായിട്ട് വരുന്ന FEG എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോ തുടങ്ങി ഈ ഹൈ വരെ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണും കിട്ടും. അപ്പോൾ നമുക്ക് ആ ഡിസ്കൗണ്ട് സോണിൻ്റെ അകത്ത് വരുന്ന FEGസും ഓർഡർ ബ്ലോക്കും മാത്രമായിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടി വലുതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ആ ഡിസ്പ്ലേസ് മൂവ്മെൻറ്റ്, ആ മേജർ മൂവ്മെൻറ്റ് നടന്നതിൻ്റെ ആ ലോയും ഹൈയും തമ്മിൽ ഒരു ഫിബ് വെച്ചിട്ട് വരച്ച് കഴിയുമ്പോൾ നമുക്ക് പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ പ്രീമിയം സൈഡും ഡിസ്കൗണ്ട് സൈഡും നമുക്ക് കിട്ടും. ആ 2 സോണിൽ നിന്ന് നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് മേജർ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മൂവ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ FEG എന്ന് പറയുന്നത് ഇവിടെ വരും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ്, ആ ക്യാൻഡിലിൻ്റെ ആ ഒരു ഇംബാലൻസാണ് നമ്മൾ FEG ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലെഗിൻ്റെ മേജർ മൂവ്മെൻറ്റിന് തൊട്ട് മുമ്പുള്ള ആ റെഡ് ക്യാൻഡിൽ നമുക്ക് ഒരു ബുള്ളിഷ് സൈഡിലേക്കുള്ള ഒരു ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പം ആ ഓർഡർ ബ്ലോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഡിസ്കൗണ്ട് സോണിലാണ് നമുക്ക് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി ഒരു 1:3 നമുക്ക് ടാർഗറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. എന്തായാലും പ്രൈസ് ഇവിടെ വന്നാൽ മാത്രമായിരിക്കും നമ്മൾ എൻട്രി എടുക്കാൻ പോകുന്നത്. ഓൾമോസ്റ്റ് 2:43 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ടൈം കഴിയാറായിട്ടുണ്ട്. എന്തായാലും പ്രൈസ് വരികയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ ട്രേഡ് ഒഴിവാക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പ്രൈസ് ആ ഡിസ്കൗണ്ട് സോണിലേക്ക് വരുമോ ഇല്ലെന്ന് എന്തായാലും വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 3:18 ആയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ആ ഡിസ്കൗണ്ട് സോണിലുള്ള ആ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഡയറക്റ്റ്ലി നമുക്കൊരു എൻട്രി എടുക്കാം. അപ്പോൾ നമ്മുടെ ഡിസ്കൗണ്ട് സോണിൽ എക്സാക്ട്ലി നമ്മുടെ ഓർഡർ ബ്ലോക്കിൽ ആ മേജർ മൂവ്മെൻറ്റ് നടന്ന ആ സിംഗിൾ ലോയും ഹൈഡിയും ഓർഡർ ബ്ലോക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 1:3 റേഷ്യോയിൽ നമുക്ക് ടാർഗറ്റ് കിട്ടണ പോലെ നമുക്കൊരു ട്രേഡ് കീപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു 1:3 ടാർഗറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ ഈ ട്രേഡ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓൾമോസ്റ്റ് ടൈം കഴിയുകയും ചെയ്തു. ഓൾമോസ്റ്റ് 3:19 ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം. ഇതെന്തായാലും 3:20 ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ലെവൽ എത്തിയതല്ല. എന്തായാലും നമുക്ക് എന്തായാലും എൻട്രി എടുക്കാം. അപ്പോൾ ടാർഗറ്റ് നമുക്കൊരു 1:3 തന്നെ നമുക്ക് വയ്ക്കാം. സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എവിടെയാണ്? നമുക്ക് ആ സ്വിങ് ലോ, ആ ഓർഡർ ബ്ലോക്കിന് തൊട്ടടിയിലുള്ള ആ ലോയ്ക്ക് താഴെയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അപ്പോൾ എന്തായാലും
ചെറിയ സ്റ്റോപ്പ് ലോസ് എന്തായാലും വരുന്നുള്ളൂ, വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് വരുള്ളൂ. ഓട്ടോ ബ്ലോക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ചെറിയ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഇൻ കേസ് അത് ഫെയിൽ ആവുകയാണെങ്കിൽ താഴത്ത് നമുക്കതിന് ടൈമില്ല, അതിന് വേണ്ടിയിട്ട് താഴത്ത് ഓട്ടോ ബ്ലോക്കിൽ വന്നാൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് അതിന് തൊട്ട് താഴെയുള്ള ആ ലെവലിൽ നമുക്ക് കീപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് എൻട്രി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓൾമോസ്റ്റ് 1:3 റേഷ്യോ നമുക്ക് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ സൂപ്പർ ട്രെൻഡിൻ്റെ അവിടെ ആയിട്ട് നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. ഓൾമോസ്റ്റ് 3.5 ടാർഗറ്റ് വരുന്നുണ്ട്. ചെറിയ സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വെക്കാൻ ഞാൻ പറഞ്ഞത്. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് ടൈമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്, ചെറിയൊരു സ്റ്റോപ്പ് ലോസ് എന്തെങ്കിലും വരുന്നുള്ളൂ. എന്തായാലും നാളെ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരും. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു, ഹൈലി വോളറ്റൈൽ ദിവസം തന്നെയായിരുന്നു. ഇന്ന് ഓപ്ഷൻ ബൈങ്ങിനൊക്കെ പറ്റിയ ഒരു ദിവസം തന്നെയായിരുന്നു. നമ്മൾ ടെലിഗ്രാം ചാനലൊക്കെ കൊടുത്ത ട്രേഡുകളൊക്കെ സൂപ്പർ ടാർഗറ്റുകൾ ഹിറ്റായിട്ടുണ്ട്. 3 ജാക്ക് പോട്ട് ട്രേഡുകളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് നല്ലൊരു ദിവസം തന്നെയായിരുന്നു എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. 1:3.5 ടാർഗറ്റ് നമ്മൾക്ക് വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു 10 മിനിറ്റ് ഉള്ളൂ. എന്തായാലും നോക്കാം. എന്തായാലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവണമെങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 3:29 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് തീർന്നു. നമ്മുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് 90% ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിരിക്കുകയാണ്. 1:3.5 ടാർഗറ്റും ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 ട്രേഡിൽ 2 ട്രേഡ് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുത്ത് ടാർഗറ്റിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓവറോൾ നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ എത്ര ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇന്നത്ര ഉള്ള ഈ വീഡിയോയിൽ പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.